ഇന്ന് നമുക്ക് വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് വേണ്ടി ഒരു കിൻവ റൈസ് റെസിപ്പി ആയാലോ. വണ്ണം കുറയ്ക്കാൻ വേണ്ടി കിൻവ വാങ്ങി വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ മാറ്റി വെച്ചിരിക്കുകയാണോ? എന്നാൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പത്തിലും അതും രുചികരമായിട്ട് തയ്യാറാക്കാം. ഇതിൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്ര പെട്ടെന്ന് വിശക്കത്തില്ല. വെയിറ്റ് ലോസ് ആകാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ ചേർക്കുന്ന എല്ലാം തന്നെ പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ. എന്നാൽ സമയം കളയാതെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് 1-2 വട്ടം കഴുകിയെടുക്കാം. ഇതിൽ കൈയെടുത്തതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇതിൽ സാപ്പോണിൻ എന്നൊരു പാളിയുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കയ്പ്പുണ്ടാവും. അതില്ലാതിരിക്കാൻ 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് 2 രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ഇരട്ടി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അതേ രീതിയിൽ കുക്കറിലാണ് വേവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി എടുത്ത അതേ അളവ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ വെള്ളം ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളമുണ്ട്, അതും കൂടി നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെവ് ആയിട്ടില്ല, കുറച്ചും കൂടി വറ്റി വരുമ്പോഴാണ് അത് കറക്റ്റ് വെവ് ആയി കിട്ടുക നമുക്ക്. ഇപ്പം നമുക്ക് നമ്മുടെ ഐറ്റം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ കിനോവാന്നും പറയൂ കേട്ടോ. ഇനി അത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീഞ്ചട്ടിയിലേക്ക് നമുക്ക് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാം. ഞാൻ ഒലീവ് ഓയിലാണ് ചേർത്തത്. ഇനി അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ഇട്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 5-6 വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്. നമ്മൾ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് പച്ചമുളക് അധികം ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും സോട്ട് ചെയ്ത് നമുക്കെടുക്കാം. ഇതെല്ലാം ഫാസ്റ്റ് കുക്കിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം, കുറേ നേരിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കളർ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ക്യാപ്സിക്കത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് മാത്രമല്ല കേട്ടോ, ഷുഗറിൻ്റെ അളവ് കൺട്രോളാക്കാനും ഇത് നമ്മളെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് നമ്മൾ പകുതി വഴിയിൽ ഇട്ടേച്ചൊന്നും പോകാൻ നമുക്ക് തോന്നത്തില്ല. നമ്മളിഷ്ടമില്ലാത്ത ഫുഡ് കഴിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് പകുതി വഴിയിൽ നമുക്ക് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നത്. ഈ രീതിയിലൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയാനും സഹായിക്കുന്നു. ഇനി ഇതിലേക്ക് എയർ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് ചേർത്തത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച നമ്മുടെ കിൻവ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കഴിച്ച് നോക്കിയിട്ട് ഉപ്പോ എരിവോ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് 2 ആൾക്കുള്ള അളവാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കണം. ഈ കിൻവയിലൊക്കെ നന്നായിട്ട് പ്രോട്ടീൻ ഉണ്ട്. പിന്നെ ചിക്കൻ, നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നല്ലൊരു വെയിറ്റ് ലോസ് മീലാണ്. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പലർക്കും ഉണ്ടാവുക വെയിറ്റ് കുറഞ്ഞു പോകും, പക്ഷേ മസിൽ ലോസും ഉണ്ടാവും. ഇങ്ങനെ ഭക്ഷണ രീതി ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ മസിൽ ലോസ് ഇല്ലാതെ തടയാനായിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണ രീതി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചെറിയ രീതിയിൽ എക്സസൈസും ചെയ്യണം കേട്ടോ. പിന്നെ ശരീരഭാരത്തിനനുസരിച്ച് വെള്ളവും കുടിക്കണം. പെട്ടെന്ന് വണ്ണവും വയറും കുറയാനായിട്ട് ഈ രീതിയിലുള്ള ഭക്ഷണ രീതി നമ്മളെ സഹായിക്കും. ഇതുപോലെ മീൽസുകൾ ഉണ്ടാക്കി കഴിച്ചാൽ മതി. പിന്നെ വയറ് കുറയണമെങ്കിൽ മെയിൻ കാര്യം കാർബോ കുറയ്ക്കണം. ഇതിലൊന്നും തീരെ കാർബോ ഇല്ല, ഹൈ പ്രോട്ടീനാണുള്ളത്. ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വയറ് കുറയുന്നത് നമുക്ക് കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. മിക്കവരും ഡയറ്റൊക്കെ എടുക്കും, പക്ഷെ പ്രോട്ടീൻ തീരെ കഴിക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് തളർച്ച അനുഭവപ്പെടുന്നത്. ഇത് കഴിക്കുമ്പോൾ നമ്മൾ തീരെ തളർച്ച അനുഭവപ്പെടില്ല.
കാർബോ കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും സഹായിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ഒരുപാട് സാലഡ് റെസിപ്പീസ്, വെയിറ്റ് ലോസ് റെസിപ്പീസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ട് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ ഡയറ്റ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. മറക്കില്ലെന്നറിയാം, ഓർമ്മിപ്പിച്ചതാ. നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ശരി എന്നാൽ.